ഇന്ന് ഞാൻ മത്തൻ്റെ പൂവും ഇലയും വെച്ചിട്ട് ഉള്ളൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ വീട്ടിലുണ്ടായ മത്തനാണ്. അതിൽ നിന്ന് ഒത്തിരി പൂവുണ്ടാകുന്നുണ്ട്, വെറുതെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 2 പൂവ് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം തോരൻ വയ്ക്കാമെന്ന് വിചാരിക്കും. നിറയെ മുട്ടും പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ കായൊന്നും ഇതിലോട്ട് പിടിക്കുന്നില്ല. ചെറിയ 3-4 കായ ഉണ്ടായി, പക്ഷെ അതെല്ലാം ചീത്തയായി. എൻ്റെ കൂമ്പലയാണ് തോരൻ വയ്ക്കാൻ വേണ്ടി എടുത്തത്. സാധാരണ ഇത് വീടുകളിൽ മാത്രമല്ല ഇങ്ങനെ വെക്കുള്ളൂ അല്ലേ? അതായത് വല്ല സദ്യക്കോ ഹോട്ടലിലോ അങ്ങനെ കിട്ടുന്നില്ല. സദ്യക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം ഉണ്ടാക്കണം. ഇത് അത്യാവശ്യം 1-2 പേർക്ക് കഴിക്കാൻ മാത്രമുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ മറ്റേ ഈ പ്രകൃതി ഭോജനശാലകളിലൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? അത് കിട്ടുമോയെന്ന് സംശയം. അത് അധികമൊക്കെ ഉണ്ടാക്കണ്ടേ. ഇത് കറി വെച്ച് വന്നു കഴിയുമ്പോൾ ഒരു കുറച്ചേ കാണുള്ളൂ. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും, ചൂട് കയറിയാൽ മതി. ഇത് അരയ്ക്കുമൊന്നും വേണ്ട. ഇതിന് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന കറിയാണ്. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. കുറച്ച് കടുക് പൊട്ടിയതിന് ശേഷം 2 ചെറിയ പച്ചമുളക്, പച്ചമുളക് ഉള്ളിയും വഴന്നതിന് ശേഷം തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ മതി, അധികം വേണ്ട. ഒത്തിരി തേങ്ങ ആയിപ്പോയാൽ പിന്നെ തേങ്ങയുടെ ടേസ്റ്റ് മാത്രമേ കാണുള്ളൂ. ഇത് സാധാരണ കടയിൽ പോയാലേ ഈ മത്തൻ്റെ പൂവാണെന്ന് പറഞ്ഞാൽ കടയിൽ നിന്നൊക്കെ ഇത് കിട്ടുമോ? കടയിലൊന്നും കിട്ടാറില്ല. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ ഒരു ചീര ഇലക്കറികളും ഒക്കെ വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട്. അവിടെ ചെന്നാൽ ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ നാടായ വൈക്കത്ത് ക്ഷേത്രത്തിനടുത്തൊക്കെ ഉണ്ടത്. അവിടെ ആൾക്കാർ കൊട്ടയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് വൈകുന്നേരം. മത്തൻ്റെ പൂവ് കൊഴുപ്പാന്ന് പറയുന്ന ഒരു ഇലക്കറി ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവന്ന് കൊട്ടയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ടല്ലോ. തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മത്തൻ്റെ പൂവും ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന് വലിയ കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു വെന്ത് കിട്ടും. ചൂടൊന്ന് കയറിയാൽ മതി. ഇലയൊന്ന് വാടിക്കിട്ടിയ കറി റെഡിയാകും. ഇത് ഒരു 5 മിനിറ്റ് കൊണ്ട് കറി ആകും. സാധാരണ നമ്മൾ തോരൻ വെക്കുന്ന പോലെ ഇത് അടച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. തുറന്ന് വെച്ച് തന്നെ വേവിക്കേണ്ട കാര്യമില്ല. ഒത്തിരി വെന്ത് പോയാൽ അതിൻ്റെ ഗുണമെല്ലാം പോകും. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അധികം വെന്ത് പോകണ്ട. ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമെല്ലാം പോകും.